ചാറ്റ് GPT, ജെമിനൈ, ക്ലൗഡ്, ഗ്രോക്ക്, അതുപോലെ പെർപ്ലക്സിറ്റി. ഈ 5 AI നമ്മൾ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോൻ്റെ അകത്ത് കണ്ടുപിടിക്കാം. നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇമേജിലുള്ള ഒരു മലയാളത്തിലെ ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പശുവിനെ 900 രൂപയ്ക്ക് വാങ്ങിച്ചു, എന്നിട്ട് 1200 രൂപയ്ക്ക് വിറ്റു. അതിനുശേഷം 1300 രൂപയ്ക്ക് വാങ്ങിച്ചു, 1600 രൂപയ്ക്ക് വിറ്റു. ഇതിൽ നമ്മുടെ ലാഭം എത്രയാണ് എന്നാണ് ചോദ്യം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 600 ആണ്. നമുക്കിത് ഈ 5 AI ചോദിച്ചു നോക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചാറ്റ് GPT എടുത്ത് ചോദിച്ചു. നിഷ്പ്രയാസം ചാറ്റ് GPT പറഞ്ഞു, അതുപോലെ ജെമിനി പറഞ്ഞു, അതുപോലെ ക്ലൗഡ് പറഞ്ഞു, ഗ്രോക്ക് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും അത് മൊത്തത്തിൽ 22 സെക്കൻഡ് എടുത്ത് ഈ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ പെർപ്ലക്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഈ ഇമേജ് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ പ്രോ എടുക്കാൻ പറയുന്നത്. ഇത് എവിടുത്തെ പരിപാടിയാണ്? ബാക്കി ഒരു ഏനില്ലാത്ത പ്രശ്നമാണ് ഈ പറഞ്ഞ AIക്കുള്ളത്. ഞാനപ്പോൾ ഈ ടാസ്കിന് മാർക്ക് കൊടുക്കുന്നത് ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചിട്ടാണ്. ഇപ്പോൾ 2 ഫുൾ മാർക്ക്. പിന്നെ അത്രയും എക്സെപ്ഷണലായിട്ട് ഏതെങ്കിലും AI ചെയ്ത് കഴിഞ്ഞാൽ ബോണസ് 1 മാർക്ക് കൂടി ചേർത്തിട്ട് 3 മാർക്ക് കൊടുക്കും. നമ്മളപ്പോൾ ഇതിന് സ്കോർ കൊടുക്കാൻ പോകുന്നത് ചാറ്റ് GPT, ജെമിനൈ, ക്ലൗഡ് ഈ 3 എണ്ണത്തിനും 2 മാർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രോക്കിനാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് മതി, കാരണം 22 സെക്കൻഡിൻ്റെ കാര്യമില്ല, അത്രയും വലിയ ക്വസ്റ്റ്യൻ അല്ല കൊടുത്തത്. പക്ഷെ നമ്മുടെ പെർപ്ലക്സിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോയിന്റ് വേണ്ട, കാരണം ഇത്രയും തോന്നിവാസം ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല. അടുത്തൊരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജ് ജനറേഷൻ ടാസ്ക് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോംപ്റ്റ് കാണാൻ പറ്റും. അതായത് ഒരു ഹൈലി റിയലിസ്റ്റിക് ഇമേജ് ആയിരിക്കണം, അത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആയിരിക്കണം. അവർ ട്രഡീഷണൽ ക്ലോത്ത് ആണ്, അവരൊരു വുഡൻ ചെയറിലാണ് ഇരിക്കുന്നത്, അവർ കാപ്പി കുടിക്കുന്നുണ്ട്, അവരുടെ തൊട്ട് മുമ്പിൽ ഒരു ടേബിൾ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ അവിടെ 2 ഉറുമ്പ് ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഗ്രീൻ ആപ്പിളും ഉണ്ട്. പിന്നെ അവരുടെ തൊട്ട് ബാക്കിൽ ഒരു ക്ലോക്കും ഉണ്ട്, അതിൽ സമയം 5:30 അപ്പോൾ ഈ പറഞ്ഞ ടാസ്ക് ഈ എത്ര AIക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഇമേജ് ചാറ്റ് GPTയുടെ കയ്യിൽ നിന്നാണ്. പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഇമേജാണ്. നമ്മൾ എന്തൊക്കെ പ്രോംപ്റ്റാണോ കൊടുത്തത് അത് കറക്റ്റായിട്ട് ചാറ്റ് GPT ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇമേജ് ജനറേറ്റ് ചെയ്തത്. നമുക്കിതിന് വേണ്ടിയിട്ട് നമുക്ക് 2+1 3 മാർക്ക് നമുക്ക് ചാറ്റ് GPT കൊടുക്കാൻ പറ്റും. അത്രയും കറക്റ്റായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇമേജ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അടുത്തതിൽ നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതായത് ജെമിനൈക്കും ക്ലൗഡിനും ഈ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം മമ്മൂട്ടിയും മോഹൻലാലും ഒരു പബ്ലിക് ഫിഗേഴ്സാണ്, അപ്പോൾ അവരുടെ ഇമേജ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ഇവരുടെ ഇമേജ് മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആക്കിയിട്ട് നമുക്കൊരു ഇമേജ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ക്ലൗഡ് ഉണ്ടാക്കിയ ഇമേജ് ഞാൻ കാണിച്ചു തരാം. എന്താണ് ഈ കാട്ടി വെച്ചിരിക്കുന്നത്? ഇതാണോ മമ്മൂട്ടി മോഹൻലാലും? നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലൗഡിന് 0 മാർക്ക് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ജെമിനെ ഉണ്ടാക്കിയ ഇമേജ് കാണിച്ചു തരണ്ടേ? ഇതിലെവിടെയാണ് മമ്മൂട്ടി മോഹൻലാലും? ആ അറ്റത്ത് നിൽക്കുന്ന 2 പേരാണോ മമ്മൂട്ടി മോഹൻലാലും? ഇതിനും നമുക്ക് 0 മാർക്ക് കൊടുക്കാം. ഇത് നമ്മുടെ ഗ്രോക്കിൻ്റെ അതുപോലെ പെർപ്ലക്സിറ്റിയുടെ ഇമേജസ് ആണ്. വലിയ കാര്യമൊന്നുമില്ല, അറ്റ്ലീസ്റ്റ് ഒരു മോഡലെങ്കിലും ഉണ്ടാക്കി വെച്ചല്ലോ. അതുകൊണ്ട് നമുക്ക് 1 മാർക്ക് 2നും കൊടുക്കാം. നമ്മുടെ 3ാമത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് റിസർച്ച് ടാസ്ക് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയും, അത് റിസർച്ച് ചെയ്ത് കൊണ്ടുവരണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോംപ്റ്റ് കാണിച്ചു തരാം. അതായത് ആമസോണോ ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തുള്ള 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് കൊണ്ടുവരണം. അതിൻ്റെ സ്പെക്കായ റാം, പ്രൊസസ്സർ, GPU അതുപോലെ അതിൻ്റെ പ്രൈസും കറക്റ്റായിട്ട് കാണിച്ചിട്ട് ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കണം. അതുപോലെ വേറെ എന്തെങ്കിലും നെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇതാണ് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ്. നമുക്ക് ഇനി എല്ലാ AIകളും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്ലൗഡിൻ്റെ കാണിച്ചു തരാം. കിഡിലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലൻ. ഞാൻ ക്ലൗഡിനെ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് അത്ര അടിപൊളിയാക്കി. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, അതുപോലെ താഴത്ത് സമ്മറി ഉണ്ട്. ഞാൻ വിചാരിച്ചതിലും കുറച്ചും കൂടെ നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ലൗഡിന് ഞാനിപ്പോൾ 2+1 3 മാർക്ക് ഞാൻ ഈ ടാസ്കിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ചാറ്റ് GPTയുടെയും അതുപോലെ ജെമിനയുടെയും നോക്കാം. രണ്ടും അടിപൊളിയായിരുന്നു. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ 2 ചെയ്തിട്ടുണ്ട്. പക്ഷെ ജെമിനൈ കുറച്ചും കൂടെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഡിസൈൻസും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജെമിനൈക്ക് 2 മാർക്കും ചാറ്റ് GPTക്ക് 1.5 മാർക്കുമാണ് കൊടുക്കുന്നത്.
നമുക്ക് അടുത്ത AI നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ChatGPT ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൈസ് അണ്ടർ 1 lakh എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. മറ്റേതിൻ്റെ അകത്ത് കുറച്ചും കൂടെ റേറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 1 മാർക്ക് കൊടുക്കാം. നമ്മളിനി ഗ്രോക്കിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോക്കിൽ നിന്ന് എനിക്ക് ഈ സാധനം ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. മുകളിലൊരു ബട്ടൺ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ക്ലിക്ക് ചെയ്തിട്ടൊന്നും വരുന്നില്ല. ഇവരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് ഈ പറഞ്ഞ ഫയൽ കോപ്പി ചെയ്തിട്ട് എവിടെയും കൊണ്ട് പേസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ അതിന് നമ്മൾ മാർക്ക് കൊടുക്കുന്നില്ല. നമ്മൾ 0 മാർക്കാണ് നമ്മൾ ഗ്രോക്കിന് കൊടുക്കുന്നത്. നമ്മുടെ 4ാമത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഡിംഗ് ടാസ്ക് ആണ്. അതായത് നമ്മളിപ്പോൾ കൊടുത്ത പ്രോംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കണം. നമുക്കൊരു 3 പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് ലാപ്ടോപ്പ് ഹബ്ബ് എന്നാണ്. നമ്മുടെ അബൌട്ട് സെക്ഷനിൽ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസും കാണിക്കണം. ഇതാണ് നമ്മൾ AIക്ക് കൊടുക്കുന്ന ടാസ്ക്. ഇതാണ് നമ്മുടെ ChatGPT റിസൾട്ട്, ഇതാണ് നമ്മുടെ ജെമിനയുടെ റിസൾട്ട്, ഇതാണ് ക്ലൗഡിൻ്റെ, ഇതാണ് ഗ്രോക്കിൻ്റെ, ഇതാണ് പെർപ്ലക്സിറ്റിയുടെ. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നിലൊന്നിലും മെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് നിങ്ങൾ തന്നെ കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എത്ര റേറ്റിംഗ് ആണ് ഈ പറഞ്ഞ വെബ്സൈറ്റിന് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ കൊടുത്തോളാം. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നന്ദി.